ഇക്വേഷൻ അല്ലെ, ഒരു രണ്ടാകൃതി സമവാക്യം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് പരിചയിച്ചു കഴിഞ്ഞു. ഒന്നാമത്തത് സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗത്തികവ് അല്ലെ, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അല്ലെങ്കിൽ വർഗത്തികവ് രീതി എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തത് ഏതാണ്? ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്. ക്വാഡ്രാറ്റിക് ഫോർമുല, ഈ ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞ പേരൊന്നും ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ ഫോർമുല മെത്തേഡ് എന്ന് മാത്രം മനസ്സിൽ ഓർത്താൽ മതി. അതായത് രണ്ടാം കൃതി സൂത്രവാക്യം. അപ്പൊ ഈ രണ്ട് മെത്തേഡിലും എക്സാമിന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു വേർഡ് പ്രോബ്ലം ആണ് ഉണ്ടാവുക. ആദ്യമായിട്ട് നിങ്ങൾ രണ്ടാം കൃതി സമവാക്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യണം, അതിനുശേഷം അത് സോൾവ് ചെയ്യണം. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്ന മെത്തേഡ് ഉപയോഗിക്കണമെന്ന് ക്വസ്റ്റ്യനിനകത്ത് പറയില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് തന്നെ ഉപയോഗിക്കുക. സ്ക്വയർ കംപ്ലീഷനിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ ബുദ്ധിമുട്ടാണ്. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മെത്തേഡ് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡാണ്. നിങ്ങൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അത് ചെയ്യാം. അപ്പം ഇത്തരത്തിൽ ടെക്സ്റ്റിൽ വന്ന ചോദ്യങ്ങളെ SSLCക്ക് ചോദിക്കുന്ന രീതിയിൽ മാറ്റി എഴുതിയിട്ടാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനുമായിട്ട് കൂടുതൽ പരിചയം വരാൻ സഹായിക്കും. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്കും പോകാം. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1, പേജ് നമ്പർ 86, 86-ാം പേജിലെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. 1 added to the product of two consecutive even numbers gives 289. First question, if one number is x, then what is the next number? Second question, form the second degree equation. Third question, find the numbers. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 289 കിട്ടും. ഒന്നാമത്തത്, ഒരു സംഖ്യ എക്സ് ആയാൽ അടുത്ത സംഖ്യ ഏത്? ബി, രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക. സി, സംഖ്യകൾ കണ്ടുപിടിക്കും. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ ടെക്സ്റ്റിലെ പ്രോബ്ലം എടുത്ത് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ മാറ്റി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് എളുപ്പമാവുക. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് 1 added to the product of two consecutive even numbers. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ 289 കിട്ടും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാചകം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് വൺ നമ്പർ ഈസ് എക്സ്, ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? അപ്പൊ രണ്ട് ഇരട്ട സംഖ്യകളാണ് ഉള്ളത്, അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളാണ് ഉള്ളത്. അപ്പൊ അതിൽ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2, 4, 6, 8. അതിൽ ഏത് രണ്ട് അടുത്തടുത്ത സംഖ്യകൾ എടുത്താലും ആദ്യത്തെ നമ്പറിന്റെക്കാളും 2 കൂടുതലായിരിക്കും രണ്ടാമത്തെ നമ്പർ. അപ്പൊ ആദ്യത്തെ നമ്പർ എക്സ് ആയാൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? അതിനേക്കാളും 2 കൂടുതലായിരിക്കും. അപ്പോഴെന്താ വരിക? x+2. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോം ദ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക. സോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് രണ്ടാം കൃതി സമവാക്യം അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാനാണ് നമ്മളോട് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. സോ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുക. 1 added to the product of two consecutive even numbers. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടുക. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഒന്നാമത്തെ നമ്പർ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ x+2 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഈ രണ്ടെണ്ണത്തിന്റെയും ഗുണനഫലം, ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് എങ്ങനെ എഴുതും? x × x+2. ഇതിനോട് കൂടി the product of 1 added to the product of two consecutive even numbers. So x × x+2 is the product of two consecutive even numbers, and to that we are adding 1. അതിനോട് കൂടി നമ്മൾ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 289. സോ നമുക്ക് എഴുതാം ഈക്വൽ ടു
289 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇവിടെ രണ്ട് ഇരട്ട സംഖ്യകളാണ്. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളെ നമ്മൾ ബീജഗണിത രൂപത്തിൽ ഓൾജിബ്രിക് ഫോമില് ഒരു സംഖ്യ എക്സ് എന്നെടുത്താൽ രണ്ടാമത്തെ സംഖ്യ എക്സ് പ്ലസ് 2 ആയിരിക്കും. അതിന്റെ രണ്ടിന്റെ ഗുണനഫലം പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. അതിനോട് കൂടി ഒന്ന് കൂട്ടിയാൽ 289 കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. സോ +1 സമം 289 എന്ന് എഴുതാം. അപ്പൊ ഇതിനെ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാകൃതി സമവാക്യത്തിലേക്ക് എഴുതണമെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. So x into x, x square, plus x into 2, 2x, plus 1 is equal to 289. Okay, so ഇതിനെ നമുക്ക് 289 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലാണ് നല്ല ഇക്വേഷൻ എഴുതാൻ പറ്റും. ബിക്കോസ് നമ്മളുടെ ഇക്വേഷന്റെ ഫോം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ax square plus bx plus c equal to 0 എന്നാണ്. സോ എക്സ് സ്ക്വയറിന്റെ ടേം അവിടെ ഉണ്ട്, 2x ഇവിടെ ഉണ്ട്, കോൺസ്റ്റന്റ് ടേം 1 ഇവിടെ ഉണ്ട്. 289 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -289 ആവും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 -289. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. ചെറിയൊരു നമ്പറാണ് ഒന്ന്, അതിൽ നിന്നാണ് വലിയ നമ്പറായി 289 കുറയ്ക്കുന്നത്. സോ ആ വലുതിന്റെ ചിഹ്നം മൈനസ് ഇട്ട് വെച്ചിട്ട് വലിയ നമ്പറായി 289 നിന്ന് ഒന്ന് കുറച്ചാൽ മതി. സോ 288 എന്ന് നമുക്ക് കിട്ടും. സോ ഇതാണ് രണ്ടാമത്തെ ആൻസർ. എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 288 ഇസ് ഈക്വൽ ടു 0. ഇനി മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പേഴ്സ്, സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പൊ സംഖ്യകൾ എക്സും എക്സ് പ്ലസ് 2 ആണ് എടുത്തിരിക്കുന്നത്. സോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് അർത്ഥം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷന് തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് രണ്ടാകൃതി സമവാക്യത്തിനെ നമ്മൾ മൂല്യം കണ്ടുപിടിക്കും, എക്സിന്റെ വില കണ്ടുപിടിക്കും. അതിന് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. എപ്പോഴും രണ്ട് മെത്തേഡ് മനസ്സിൽ വരിക. എന്തൊക്കെയാണ്? ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചത് സ്ക്വയർ കംപ്ലീഷൻ, വർഗത്തികവ് രീതിയാണ്. രണ്ടാമത്തതാണ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യും. അപ്പം ഇവിടെ നോക്കുക, 288 എന്ന് പറഞ്ഞ വലിയ നമ്പറൊക്കെ വന്നപ്പോൾ മൾട്ടിപ്ലിക്കേഷനും അതിന്റെ സ്ക്വയർ എടുക്കലൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരാം ചിലപ്പോൾ. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്തുപയോഗിക്കാം? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എളുപ്പമാണോ എന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ രീതിയിൽ ഈ പ്രോബ്ലം ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ വർഗത്തികവ് രീതിയിൽ ചെയ്യണമെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേമിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x, അപ്പൊ -288 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ +288 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് വന്നു. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ അല്ലെ, എക്സ് സ്ക്വയറിന്റെ ഗുണോത്തരം 1 ആക്കണം. ഇത് ഓൾറെഡി 1 ആണ്. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാം. ഇനിയാണ് എന്താണ് ചെയ്യേണ്ടത്? എക്സിന്റെ കൂടെയുള്ള നമ്പർ 2, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ 2/2 1, 1ന്റെ സ്ക്വയർ 1. സോ ആ ഒരു പെർട്ടിക്കുലർ നമ്പർ എന്താണ്? 1. ഈ 1 ഇടതുവശത്തും വലതുവശത്തും ആഡ് ചെയ്യുക. സോ വാട്ട് യു ഗെറ്റ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 288 പ്ലസ് 1. സോ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും സ്ക്വയർ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇവിടെ നമ്മൾ എങ്ങനെയാ സ്ക്വയർ രൂപത്തിൽ എഴുതാം? ഇവിടെ നിന്ന് ഒരു എക്സ് എടുക്കുന്നു, ഈ അവസാനത്തിൽ നിന്ന് 1 സ്ക്വയർ ആണ് 1. സോ 1 എടുക്കുന്നു, നടുവിലത്തത് പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. സോ ഇതിന് നമ്മൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 288 പ്ലസ് 1 289 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 289 ആണ്. സോ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 289 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് 17 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ രണ്ടായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു പ്ലസ് 17 കിട്ടും, അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 17 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 17 മൈനസ് 1, 17 മൈനസ് 1 വരും. ഇവിടെ എക്സ് ആണെങ്കിൽ -17 മൈനസ് 1 വരും. എക്സ് ഈക്വൽ ടു 17 മൈനസ് 1 16. ഇവിടെ എന്താ കിട്ടുക? എക്സ് ഈക്വൽ ടു -17 മൈനസ് 1 -18. ഈവൻ നമ്പർ, ഓഡ് നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ അത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, നോട്ട് എ നാച്ചുറൽ നമ്പർ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇതിനെ ഒഴിവാക്കിയാൽ മതി, നെഗ്ലക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ എക്സ് ഈക്വൽ ടു 16 എന്ന് നമ്മൾക്ക് കിട്ടി. അപ്പൊ സംഖ്യകൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ
ഇരട്ട സംഖ്യ ഇവിടെ 16 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എന്താണ്? ഇതിന്റെ തൊട്ടടുത്ത ഇരട്ട സംഖ്യ എന്താണ്? 18 ആണ്. സോ നമുക്ക് എന്തെഴുതാം? Therefore numbers are 16, 18. 16, 18. നിങ്ങൾക്ക് കാണാം 16ന്റെയും 18ന്റെയും ഗുണനഫലത്തോടു കൂടി ഒന്ന് കൂട്ടുമ്പോൾ 289 ആയിരിക്കും ഉത്തരം കിട്ടുക. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 പേജ് നമ്പർ 86. 86-ാം പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ വായിക്കാം. 9 added to the product of two consecutive multiples of 6 gives 729. If one number is x, then what is the next number? Form the second degree equation and find the numbers. 6ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലത്തിന്റെ കൂടെ 9 കൂട്ടിയാൽ 729 കിട്ടും. ഒരു സംഖ്യ x ആയാൽ അടുത്ത സംഖ്യ ഏത്? രണ്ടാം കൃതി സമവാക്യം രൂപീകരിച്ച് സംഖ്യകൾ കണ്ടുപിടിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 9 added to the product of two consecutive multiples of 6. അടുത്തടുത്ത 6ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലത്തിന്റെ കൂടെ 9 കൂട്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടിയതാണ് 729. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യ x ആയാൽ അടുത്ത സംഖ്യ ഏത്? അപ്പൊ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് സംഖ്യകളും കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ്. 6ന്റെ അടുത്തടുത്ത ഗുണിതങ്ങളാണ്. അപ്പൊ ഒരു നമ്പർ ആദ്യത്തെ സംഖ്യ x ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും? 6ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത എന്താണ്? 6, 12, 18 അങ്ങനെ 6 കൂട്ടിയാണ് 6ന്റെ ഗുണിതങ്ങൾ പോകുന്നത്. അപ്പൊ ഒരു സംഖ്യ x ആണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? ഈ ആദ്യത്തെ സംഖ്യയോട് കൂടി 6 കൂട്ടിയാൽ മതി അല്ലെ? സോ രണ്ടാമത്തെ സംഖ്യ എന്താണ്? x + 6 ആണ്. അപ്പൊ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു നമ്പർ x ആണെങ്കിൽ 6ന്റെ മൾട്ടിപ്പിൾ ആയാൽ ഇതിന്റെ തൊട്ടടുത്ത നമ്പർ xന്റെ തൊട്ടടുത്ത നമ്പർ എന്താ വരിക? x + 6 ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ആൻസർ ഫോം ദ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദ നമ്പേഴ്സ്. അപ്പൊ തന്ന പ്രോബ്ലം വെച്ചിട്ട് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കണം. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 9 added to the product of two consecutive multiples of 6. 6ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലം. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ചു 6ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങൾ ഏതാണ്? ഒന്നാമത്തെ സംഖ്യയെ x എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യ എന്താണ്? x + 6 ആണ്. അപ്പോൾ അതിന്റെ രണ്ടിന്റെ ഗുണനഫലം എന്നുള്ളതിന് x × x + 6. ഇൻറ്റു എന്നൊരു ചിഹ്നം അവിടെ ഇടേണ്ട ആവശ്യമില്ല. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ്. ഈ ഗുണനഫലത്തോടു കൂടി 9 കൂട്ടിയാൽ എന്ത് കിട്ടുന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 729 കിട്ടുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഇനി ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്താൽ മതി. x × x x² കിട്ടും. x × 6 6x കിട്ടും. +9 that is equal to 729. ഓക്കെ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 729 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യാണ്. x² + 6x + 9. Take that 729 to this side. So -729 is equal to 0. അപ്പൊ എന്ത് വരും? x² + 6x + 9ൽ നിന്ന് വലിയ നമ്പറായ 729 കുറയ്ക്കുകയാണ്. സോ അതിന്റെ ചിഹ്നം ഇടുക, മൈനസ് ആണ്. എന്നിട്ട് വലിയ നമ്പറിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 729ൽ നിന്ന് 9 കുറച്ചാൽ 720 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട്, ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ സ്ക്വയർ കംപ്ലീഷനിൽ കിട്ടും. പക്ഷെ ഈ ഒരു മെത്തേഡ് പരിചയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ഏതാണോ അത് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ. a is equal to 1, b is equal to 6, c is equal to -720.
നോക്കുക, സിന്റെ കൂടെ മൈനസ് തൊട്ട് മുന്നിലുണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നെ ഈ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണോ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യണോ എന്ന കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ഏറ്റവും ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എന്താ വെച്ചാൽ ഒരു മാർക്കും പോകാതെ നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ. കാരണം സ്ക്വയർ കംപ്ലീഷനിൽ ചിലപ്പോൾ ആ സ്ക്വയർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ്, എല്ലാ പ്രോബ്ലവും ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഈ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡാണ്. മറ്റേ സ്ക്വയർ കംപ്ലീഷന്റെ കേസിൽ ചിലപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ല തരുന്നതെങ്കിൽ, പൂർണ്ണവർഗമല്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന സംഖ്യയെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടാവും. അവിടെ നമുക്ക് ഏറ്റവും സുഖമായി കിട്ടുക ഇങ്ങനെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ രണ്ടെണ്ണത്തില് രണ്ടും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ മാത്രമേ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു സെലക്ഷന് വേണ്ടി നിൽക്കാൻ പാടുള്ളൂ. അല്ലാത്തവര് രണ്ടാമത്തെ മെത്തേഡ് തന്നെ ചെയ്തോളാം. ബിക്കോസ് അതിനകത്ത് ഫോർമുല എഴുതിയാൽ തന്നെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ നമുക്ക് അവിടെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ നമുക്ക് സ്റ്റെപ്സ് ഉള്ളത് ഈ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് ഉപയോഗിക്കുമ്പോഴാണ്. സോ അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളത്, പിന്നെ കാൽക്കുലേഷൻ, കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. അതും കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് നന്നായി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എ കണ്ടുപിടിച്ചു, ബി കണ്ടുപിടിച്ചു, സി കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുക. അത് കാണാണ്ട് പഠിച്ചോളാം. -p ± റൂട്ട് ഓഫ് b² - 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ആ ക്വസ്റ്റ്യൻ ആ ഒരു ഫോർമുലയിലുള്ള നെഗറ്റീവ് ആണ് ബി എന്ന് പറഞ്ഞ 6 ആണ്. സോ -6 ആയി. ± റൂട്ട് ഓഫ് ബി എന്ന് പറഞ്ഞ 6 ആണ്. സോ 6² -4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ്. സി എന്ന് പറഞ്ഞാൽ -720 ആണ്. അപ്പൊ 720ന്റെ തൊട്ട് മുന്നേ മൈനസ് ഉണ്ട് തന്ന ഇക്വേഷനിൽ. ആ മൈനസ് എടുത്തില്ല എങ്കിൽ തെറ്റിപ്പോവും. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്. ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് നമുക്കുള്ളത് 1 ആണ്. ഓക്കെ, സോ -6 ± റൂട്ട് ഓഫ് 6² എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ, 6 ഇൻറ്റു 6 36 എന്ന് കിട്ടും. പിന്നെ നോക്കുക, അടുത്തതിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് -4 1 -720. ഇപ്പൊ ചിഹ്നം നോക്കുക, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. സോ ആദ്യം നമുക്ക് ചിഹ്നങ്ങളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ത് വരും? പോസിറ്റീവ് കിട്ടും. പിന്നെ 4 ഇൻറ്റു 720 ആണ്. 4 ഇൻറ്റു 1 4 തന്നെയാണ്. സോ 4 ഇൻറ്റു 720 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2880 എന്ന് നമുക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? -6 ± റൂട്ട് ഓഫ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 + 0 ഇവിടെ നിന്ന് തന്നെ ആഡ് ചെയ്യാം. ഒറ്റയുടെ സ്ഥാനത്തെ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം, യൂണിറ്റ്സ് പ്ലേസിലെ നമ്പേഴ്സ്. അപ്പൊ 6 + 0 6 അറ്റത്തെഴുതാം. പിന്നെ 3 + 8 11 വരും. 1 ബാക്കിയുണ്ട്. ആ 1 ഇവിടെ, കാരണം ഇവിടെ 100 പ്ലേസിൽ ഒന്നുമില്ല, 100ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല. പിന്നെ ഇവിടെ 100ന്റെ സ്ഥാനത്തുള്ളത് 8 ആണ്. അതിനോട് കൂടി ആ റിമൈൻഡർ ബാക്കി വന്ന 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് 2. അപ്പൊ 2916 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2. സോ ഇവിടെ നമുക്ക് -6 ± ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 2916 കാണും. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 2916 കാണാൻ ഈസി മെത്തേഡ് ഓർക്കുന്നുണ്ടോ? 2 ഗ്രൂപ്പ് ആക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കുക. 1 2 3 4 5 ഒറ്റയ്ക്ക് മുകളിലേക്ക് 6 7 8 9. ഇവിടെ 1 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, 4 വരും, 9 വരും, 6 വരും, അറ്റത്ത് 6, 16ന്റെ അറ്റത്തുള്ള നമ്പർ 6, ഇവിടെ 5 വരും. ഓക്കെ, അപ്പൊ 29. ഇവിടെ ആദ്യത്തെ നമ്പർ എടുക്കുന്നു 29. 29ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്? 25 ആണ്. അത് എന്തിന്റെയാണ്? 5ന്റെ സ്ക്വയർ ആണ് 25. സോ നമ്മൾ 5 എഴുതുന്നു. ഓക്കെ, ഇനി 16 അറ്റത്തുള്ള നമ്പർ നോക്കുക. 6 എവിടെയാ വരിക? 4നും 6നും. സോ നമ്മളിവിടെ 4 അല്ലെങ്കിൽ 6 എന്ന് എഴുതും. അതിലേതാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 5 ഇൻറ്റു തൊട്ടടുത്ത നമ്പർ 6 കാണും. 30 ആണ്. 30യും 29നും വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ്. അപ്പൊ നമ്മൾ ചെറിയ നമ്പർ എടുക്കുക. എന്ത് വരും? 54. സോ റൂട്ട് ഓഫ് 2916 എന്ന് പറയുന്നത് 54 ആണ്. ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ -6 + 54 ബൈ 2ഉം -6 - 54 ബൈ 2. ഓക്കെ, സോ -6 + 54. അപ്പൊ പോസിറ്റീവിൽ നിന്ന് ആദ്യത്തെ നമ്പർ പോസിറ്റീവായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ 54 - 6 എന്ന ഇതിന്റെ അർത്ഥം. 54ൽ നിന്ന് 6 കുറച്ചിട്ടുണ്ടെങ്കിൽ 48 കിട്ടും. ബൈ 2. ഇവിടെയാണെങ്കിൽ എന്ത് വരും? -6 -
-6 -54 എന്ന് പറഞ്ഞാൽ -60 വരും. -60/2 വരും. സോ നമുക്ക് 48/2, 48ന്റെ പകുതി 24. ഇവിടെ -60/2 വരുമ്പോൾ -30 എന്ന് കിട്ടും. സോ ഇത് എക്സിന്റെ വാല്യൂസ് ആണ്. എക്സിന് 2 വാല്യൂസ് കിട്ടി. ഇവിടെ എക്സ് എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റിനകത്ത് എക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ്. അപ്പം -30 മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്, 24ഉം മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. കാരണം 6 × 4 ആണ് 24, 6 × -5 ആണ് -30. സോ ഇതും മൾട്ടിപ്പിൾ ഓഫ് 6 തന്നെയാണ്. പക്ഷെ എക്സാമിന് ചോദിക്കുമ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് നമ്പർ കൺസിഡർ ചെയ്യണമെന്നില്ല. പോസിറ്റീവ് നമ്പർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇത് എഴുതിയാൽ മാർക്ക് കിട്ടും. പക്ഷേ ക്വസ്റ്റിനകത്ത് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് നമ്പർ എഴുതാനാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അത് എഴുതണം എന്നില്ല, ഇത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആ നമ്പർ എക്സ് എന്ന് പറഞ്ഞ നമ്പർ പോസിറ്റീവായിട്ടുള്ള 24 മാത്രം കൺസിഡർ ചെയ്യുക. ഞാൻ എടുത്തു പറയുന്നത് -30 മൾട്ടിപ്പിൾ ആണ്. ഇറ്റ് 6 × മൾട്ടിപ്പിൾ ഓഫ് 6 തന്നെയാണ്. 6 × -5 ആണ്. 6ന്റെ ഗുണിതം തന്നെയാണ് -30. പക്ഷെ നമ്മൾ നമ്പറിന്റെ കേസിലേക്ക് എഴുതുന്ന സമയത്ത് പോസിറ്റീവ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പർ കൊണ്ട്, ഏത് നാച്ചുറൽ സംഖ്യ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ ഗുണനപ്പട്ടിക പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ് പഠിക്കുക. 6 × 1 = 6, 6 × 2 = 12. അങ്ങനെയാണ് നമ്മൾ ഈ നമ്പറിന്റെ 6നെയും 12നെയും ഒക്കെ മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് പറയുന്നത്. അല്ലാതെ 6 × -1 എന്ന് പറഞ്ഞിട്ട് -6 എന്ന് പറഞ്ഞ് എഴുതാറില്ല. പക്ഷെ മീനിങ് വെച്ച് നോക്കുമ്പോൾ ഇത് 6ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. ഓക്കെ, സോ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പോസിറ്റീവ് നമ്പേഴ്സ് കൺസിഡർ ചെയ്താൽ, നമ്പറിന്റെ കേസിൽ പോസിറ്റീവ് നമ്പേഴ്സ് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ 24 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ ഏതാണ്? Therefore, ഫസ്റ്റ് നമ്പർ, ആദ്യ സംഖ്യ സമം 24. അപ്പൊ സെക്കൻഡ് നമ്പർ എന്താ വരിക? നമ്മൾ എടുത്തു കഴിഞ്ഞു. സെക്കൻഡ് നമ്പർ ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ x + 6 ആണ് അല്ലെ. അപ്പൊ എന്ത് വരും? 24 + 6 30 എന്ന് പറയും. അപ്പൊ സംഖ്യകൾ ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതിയാൽ മതി? Therefore, numbers are 24, 30. 6ന്റെ മൾട്ടിപ്പിൾസിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ പറഞ്ഞു. അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾസ് ഓഫ് 6. മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ് വേർഡ് കാണുന്നെങ്കിൽ അത് എണ്ണൽ സംഖ്യയുടെ മൾട്ടിപ്പിൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. അതായത് 6 × 1 6, 6 × 2 12, 6 × 3 18 അങ്ങനെയാണ് എടുക്കേണ്ടത്. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരുന്നു -30 എന്ന് പറഞ്ഞാൽ അതും 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 6 × -5 ആണ്. അപ്പോൾ -5 നെഗറ്റീവ് നമ്പർ, ഇറ്റ്സ് ആൻ ഇൻഡിജർ. അപ്പൊ ഇവിടെ ഇൻഡിജർ മൾട്ടിപ്പിൾസ് ഓഫ് 6, അതായത് വെറും മൾട്ടിപ്പിൾസ് ഓഫ് 6 അല്ലാണ്ട് ഇൻഡിജർ മൾട്ടിപ്പിൾസ് ഓഫ് 6 അല്ലെങ്കിൽ ഇന്റഗ്രൽ എന്ന് പറയും. ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് 6 ഇതൊക്കെ നമ്മൾ 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഒരു വേർഡൊക്കെ നമ്മൾ കേൾക്കുക. ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഏത് ഇൻഡിജറും ആകാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം -5 ഒരു ഇൻഡിജർ ആണ്, അത് ഏത് ഇൻഡിജറും ആകാം. എന്നാൽ ഇവിടെ വെറും മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് നമ്പറുകൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അത് നാച്ചുറൽ നമ്പർ 6നെ ഏതൊരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് എടുക്കുക. അപ്പോൾ അവിടെ നെഗറ്റീവ് നമ്പർ എടുക്കേണ്ട കാര്യം ഇല്ല.